ആൻ പുറത്തിറങ്ങിയ നിമിഷം അലക്സ് വേഗം പോയി ഡോർ ലോക്ക് ചെയ്തു. പകപ്പോടെ വൈക തിരിഞ്ഞു നോക്കി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. എന്തായി കാണിക്കുന്നത്? അലക്സ് അരികിലേക്ക് നടന്നു വരുന്നതറിഞ്ഞതും അവൾക്ക് ഉൾഭയമേറി. വൈക പിന്നിലേക്ക് നടക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അലക്സ് അവളുടെ ഇരു തോളിലും പിടിച്ചമർത്തി ചെയറിലേക്ക് തന്നെ ഇരുത്തി. വീണ്ടും എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ഇരു കൈകൾ കൊണ്ടും കസേരയിൽ പിടിച്ചവൻ കുനിഞ്ഞു ബ്ലോക്ക് ചെയ്യും പോലെ വന്നപ്പോൾ പകപ്പോടെ അവനെ നോക്കി വൈകി അറിയാതെ ചെയറിലേക്കിരുന്നു. അവന്റെ കൈകൾ തലയിൽ സ്പർശിച്ചപ്പോൾ വൈകിയുടെ ഭയം ഇരട്ടിച്ചു. സ്റ്റിച്ചെടുക്കുമ്പോൾ ചെറിയൊരു വേദനയിൽ വൈകി എരിവ് വലിച്ചു. കഴിഞ്ഞു. വൈക പിടഞ്ഞെഴുന്നേറ്റു. നിക്ക്. പെട്ടെന്ന് ഡോറിന് നേരെ അവൾ നടന്നപ്പോൾ അലക്സ് പറഞ്ഞു. വൈക നിന്നു. എൻ്റെ ഫീസ് കിട്ടിയില്ല. തരാം. പറയുന്നതിനൊപ്പം ഡോറിന് നേരെ അവൾ കൈ ഉയർത്തി ലോക്കെടുക്കാൻ നോക്കി. വേണ്ട, ഞാനെടുത്തോളാം. അവൻ ഡോറിന്റെ ലോക്കിലിരുന്ന അവളുടെ മരവിച്ച കയ്യിൽ പിടിച്ചു. തൊട്ടു മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് വൈക ഞെട്ടിവിറച്ച് മുഖമുയർത്തി നോക്കിയ നിമിഷം അലക്സിന്റെ അതരങ്ങൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. തൻ്റെ കയ്യിൽ നിന്നും അലക്സ് കൈ അയച്ചപ്പോൾ കൈവിരലുകൾ നെറ്റിയിൽ മെല്ലെ ഒന്ന് തൊട്ട് മുന്നിൽ നിൽക്കുന്നവനെ നോക്കി ചിരിയോടെ മീശത്തുമ്പ് കടിച്ചു പിടിച്ചു നിൽക്കുന്നു. അവൻ നൽകിയ ആദ്യ ചുംബനത്തിന്റെ തീവ്രതയും ആ ദിവസവും ഓർത്തപ്പോൾ ഭയത്തോടെ പെട്ടെന്ന് ഡോർ തുറന്നിറങ്ങി. ഇപ്പോൾ കുറച്ചധികം ആളുകൾ ഇരിക്കുന്നു. വല്ലായ്മയോടെ ആനിനെ നോക്കിയവളുടെ മിഴികൾ താഴ്ന്നു. വൈകിയുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടതും ആനും വൈകിയെ തീക്ഷ്ണമായൊന്നും നോക്കി. അലക്സ് ഡോർ ലോക്ക് ചെയ്തതൊന്നും അവൾക്ക് തീരെ പിടിച്ചിട്ടില്ല. സ്റ്റിച്ച് എടുത്തോ ചേച്ചി? വേദു വൈകിയുടെ തല പിടിച്ചു നോക്കി. വാവ എവിടെ? ഇപ്പോ വരാന്ന് പറഞ്ഞ് പോയതാ. ടോയ്ലറ്റിൽ വല്ലതും പോയതാകും വൈകേച്ചി. ഡോക്ടർക്ക് ഫീസ് കൊടുക്കണ്ടേ? വേദുവിന്റെ ചോദ്യത്തിലൊന്ന് പരിഭ്രമിച്ചു പോയി വൈക. ബാഗ് വാവേച്ചിയുടെ കയ്യിലാ. ഇവിടെ ഇരിക്കു വൈകേച്ചി, വാവേച്ചി വരട്ടെ. താഴെയാ ബില്ലടയ്ക്കുന്നത്. വേദു സംസാരിക്കുന്നുണ്ടെങ്കിലും വൈകിക്ക് അവിടെ ഇരിക്കാൻ എന്തോ മടി പോലെ. മാറിയിരുന്നാൽ വാവ വരുമ്പോൾ കണ്ടില്ലെങ്കിലോ? വാവ നേരെ റിസപ്ഷനിലേക്കാണ് പോയത്. അവിടെ മനുവിന്റെ റൂം നമ്പർ തിരക്കി. അതിവേഗ സ്റ്റെയർകേഴ്സ് ഓടിക്കയറി. റിസപ്ഷനിസ്റ്റ് പറഞ്ഞ റൂമിന് മുന്നിലെത്തി ചാരിയിട്ടിരുന്ന ഡോറിന് വിടവിലൂടെ അകമൊന്ന് നിരീക്ഷിച്ചു. മനു കണ്ണുകളടച്ച് ബെഡിൽ കിടപ്പുണ്ട്. മറ്റാരുമില്ല. വേഗം റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. യൂറിൻ ബാഗിൽ പകുതിയോളം രക്തമാണ്. കൈത്തണ്ടയിലും നെറ്റിയിലുമൊക്കെ പൈപ്പ് ഉരഞ്ഞു പോറിയ പാടുണ്ട്. ഹലോ. അവന്റെ ഷോൾഡറിൽ തട്ടി വിളിച്ചു. കണ്ണുകൾ തുറന്ന മനുവിന്റെ കണ്ണുകളിലെ ഭയം വാവയ്ക്കൊരു സംതൃപ്തിയൊക്കെ തോന്നി. ഡീ. തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായവൾ കൂസലില്ലാതെ മുന്നിൽ വന്ന് നിൽക്കുന്നു. എങ്ങനെയുണ്ട് മനുവേട്ട ഇപ്പോൾ? ബാഗ് ബെഡിൽ വെച്ച് അവന്റെ കയ്യിലൊന്ന് പിടിച്ച് വിഷമത്തോടെ ചോദിച്ചു. ഡീ, ഞാനിവിടെ നിന്നൊന്ന് എഴുന്നേറ്റോട്ടെ, കാണിച്ചു തരാം നിന്നെ ഞാൻ. അതിന് മനുവേട്ടനെ ഞാനിവിടെ നിന്ന് എഴുന്നേൽക്കാൻ സമ്മതിച്ചാലല്ലേ? ഒരു താളത്തിൽ പറഞ്ഞുകൊണ്ട് വാവ അവന്റെ നെറ്റിയിൽ നിന്നും വിരൽ താഴോട്ട് ചലിപ്പിച്ചു. മൂക്കിൻ തുമ്പിൽ നിന്നും ചുണ്ടിലൂടെ അവളുടെ വിരൽ ചലിക്കുന്നതിനനുസരിച്ച് ഭയത്തോടെ അവന്റെ നേത്രങ്ങൾ അവളുടെ വിരലുകൾക്കൊപ്പം ചലിച്ചു. നെഞ്ചിലെത്തിയപ്പോൾ മനു ഒന്ന് വിറച്ചു. അവളുടെ വിരലുകൾ താഴേക്ക് ചലിക്കുന്നു. വേണ്ട. ക്രമാതീതമായി ഉയർന്നു താഴ്ന്ന നെഞ്ചിടിപ്പോടെ അലറി വിളിച്ച് വായ തുറന്നവന്റെ വായ വലം കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. ബലമായി തന്നെ അമർത്തി ഞെരിച്ചവൾ. വേദന സഹിക്കാനാവാതെ ബെഡിൽ നിന്നും ഉയർന്നു പൊങ്ങിയവൻ അതുപോലെ തന്നെ തളർച്ചയോടെ ബെഡിലേക്ക് വീണു. എങ്ങനെയുണ്ട്? ഇനിയും പോരെന്ന് തോന്നുവാണെങ്കിൽ വരാം കേട്ടോ. രക്തത്തുള്ളികൾ യൂറിൻ ബാഗിൽ ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. എന്തോ അവളെടുത്ത് പെട്ടെന്ന് ബാഗിലേക്ക് ഇടുന്നത് ഒരു മിന്നായം പോലെ അവൻ കണ്ടു. ടാറ്റാ. അവന്റെ കവളിൽ പിടിച്ച് വലിച്ചുവിട്ട് വിരലുകൾ സ്വന്തം ചുണ്ടിൽ മുത്തി അവന്റെ ചുണ്ടിലേക്ക് വെച്ചു. ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടവൾ ലോക്ക് മാറ്റി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അതിവേഗം താഴേക്കിറങ്ങി. അലക്സ് ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിന് മുന്നിൽ ഇരിക്കുന്നവർക്ക് അരികിലേക്ക് ഓടിച്ചെന്നു നിന്നു കിതപ്പടക്കി. ചേച്ചി ടോയ്ലറ്റിൽ പോയിട്ട് എത്ര നേരമായി? ഹോ, എൻ്റെ വേദൂസേ, ഒന്നും പറയണ്ട. ഇവിടുന്ന് പോയപ്പോൾ മൂത്രശങ്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നപ്പോൾ വേറെ പല ശങ്കകളും. പിന്നെ അതൊക്കെ ഒന്ന് തീർത്തിട്ട് വരാമെന്ന് കരുതി.
വാവയുടെ മുഖത്ത് നല്ല തെളിച്ചം. ഇങ്ങനെയൊക്കെ അവൾ സംസാരിച്ചിട്ട് എത്ര നാളായി. വൈഗ തന്നെ മിഴിച്ചിമ്മാതെ നോക്കുന്നത് കണ്ട് അവൾ ചേച്ചിയെ ഒന്ന് ചേർത്ത് പിടിച്ചു. വേദനിച്ച സ്റ്റിച്ചെടുത്തപ്പോൾ വേദു നോക്കിയതുപോലെ വാവയും വൈഗയുടെ തല പിടിച്ചു നോക്കി. ആൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വാവ ആൻ്റെ അരികിലേക്ക് ചെന്നു. ഡോക്ടർ ഫീസ് എവിടെ അടയ്ക്കേണ്ടത്? കേസ് ഷീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട്. നിങ്ങളിതുവരെ പോയില്ലേ? ഡോർ തുറന്നു വന്ന് നിൽക്കുന്ന അലക്സിന്റെ ഇടം കൈ പാൻറിന്റെ പോക്കറ്റിലും വലം കൈയിൽ ഫോണും ഉണ്ട്. അലക്സിനെ കണ്ടതേ വൈഗ വാവയുടെ പിന്നിലേക്ക് നീങ്ങി. വാവയുടെ പിന്നിലേക്ക് മറഞ്ഞു നിൽക്കുന്ന വൈഗയെ കണ്ട് ചുണ്ടിലൊളിപ്പിച്ചൊരു ചിരിയോടെ വാവയെ നോക്കി. അത് ഡോക്ടറുടെ ഫീസ് വൈഗയോട് വാങ്ങിയിരുന്നല്ലോ. വൈഗ ഞെട്ടലോടെ അവനെ നോക്കി. എന്താ വൈഗ, ബാലൻസ് വല്ലതും ഞാൻ തരാനുണ്ടോ? ഉണ്ടേ പറയൂ, തന്നേക്കാം. അലക്സ് കുസൃതിയോടെ അവളെ നോക്കി. വൈഗ പരുങ്ങലോടെ ഇല്ലെന്ന് തല ചലിപ്പിച്ച്. എങ്കിൽ പോയിക്കോ. അനുജത്തിമാരുടെ പിന്നാലെ തല താഴ്ത്തി പോകുന്നവളെ നോക്കി ചിരിയോടെ സ്കാനിങ് റൂമിന് നേരെ തിരിഞ്ഞവൻ. ചേച്ചിയുടെ കൈ കാശുണ്ടായിരുന്നോ? വാവ ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവളൊന്നും മൂളി. ദേവകിയമ്മ കഞ്ഞിയും വാങ്ങി റൂമിലേക്ക് വരുമ്പോൾ മനു വേദന കൊണ്ട് കിടന്ന് പുളയുന്നുണ്ട്. മാധവൻ സ്റ്റേഷനിൽ മഹേഷിനെ കാണാനില്ലെന്നും പറഞ്ഞ് ഒരു പരാതി കൊടുക്കാൻ പോയതാണ്. കൂടെ കുറച്ച് രാഷ്ട്രീയക്കാരും ഉണ്ട്. അയ്യോ, എന്താ മോനെ? ഒന്നുമില്ല, ഞാൻ ഡോക്ടറെ വിളിക്കാം. വേണ്ട, ഇനി അവര് വന്ന് ട്യൂബ് വലിച്ചൂരും കുത്തിക്കയറ്റും. അതോടെ സഹിക്കാൻ മേല. കുറഞ്ഞോളും, ഒന്ന് താങ്ങിയതാ. വാവ വന്നതവൻ പറഞ്ഞില്ല. അവളെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ആ വേദനയൊക്കെ സഹിക്കുമ്പോൾ വാവ എന്ന പെണ്ണിനെ ഇല്ലാതാക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളവന്. അയ്യോ, കയ്യിലെ മുറിവും താങ്ങിയല്ലോ. അതപ്പോഴാണ് മനു കാണുന്നത്. കൈത്തണ്ടയിലെ പോറിയ പാടിലൂടെ എന്തോ കൊണ്ട് വീണ്ടും വരഞ്ഞതുപോലെ രക്തവും പൊടിക്കുന്നുണ്ട്. ഞാൻ ഡോക്ടറെ വിളിക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടാൻ നിന്ന ദേവകിയമ്മ മകന്റെ ആക്രോശം കേട്ട് അവിടെ തന്നെ നിന്നുപോയി. പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ ഇരുവർക്കും പിന്നിലായി വാവ പതുങ്ങി. ബാഗ് തുറന്ന് ബാഗിൽ കിടന്ന ഇരുമ്പിന്റെ മൂർച്ചയുള്ള കൂർത്ത ആയുധം ടവൽ കൂട്ടിപ്പിടിച്ചെടുത്തു. പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ ഇടതുവശത്ത് കാണുന്ന ആറിന് സമീപം പാലത്തിന് മുകളിൽ കയറി ചുറ്റുമൊന്ന് നോക്കിയവൾ കയ്യിലിരുന്ന ഇരുമ്പ് കഷ്ണം താഴേക്കെറിഞ്ഞു. ടവൽ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് വൈകിയുടെയും വേദുവിൻ്റെയും പിന്നാലെ ചെന്നു. ഇരുവരും തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ മറ്റെങ്ങോ ശ്രദ്ധ കൊടുത്തു നടന്നു. ഒരു ഫോൺ കോൾ വന്ന് സാമുവൽ എഴുന്നേറ്റപ്പോൾ മോഹനനും എഴുന്നേറ്റു. വലിയ കുടുംബക്കാരാണെന്ന് അവരുടെ മട്ടിലും ഭാവത്തിലും ഉണ്ട്. അന്യമതത്തിൽപ്പെട്ടവരായതുകൊണ്ട് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അന്നമ്മ ആദ്യമേ തിരക്കി. എന്തേലും ബുദ്ധിമുട്ടുണ്ടേൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരർത്ഥവും ഇല്ല. മോഹനൻ അതൊന്നും ഒരു പ്രശ്നമേയല്ല. അല്ലേ തന്നെ ഒരു കണക്ക് പറഞ്ഞാൽ ഇതാ നല്ലത്. അല്ലെങ്കിൽ ജാതകം, പൊരുത്തം എല്ലാം നോക്കി വരുമ്പോഴേക്കും തടസ്സങ്ങളാകും. സാമൂലകത്തേക്ക് കയറി വരുമ്പോൾ അയാൾക്കൊപ്പം കയറി വരുന്ന ചെറുപ്പക്കാരനെ കണ്ട് മോഹനന്റെ കണ്ണുകൾ വിടർന്നു. ഒരു വൈറ്റ് ടീഷർട്ടും ബ്ലൂ ജീൻസുമാണ് വേഷം. രാഖിയെ വെച്ച് നോക്കിയാൽ നല്ല വെളുത്ത നിറം, ഭംഗിയിൽ ചീകിയൊതുക്കി വെച്ചിരിക്കുന്ന തലമുടിയും. എബി മോഹനനെ നോക്കിയൊന്ന് ചിരിച്ചു. വീടും പരിസരവും ഒന്നും അന്നമ്മച്ചിക്ക് അത്ര പിടിച്ചിട്ടില്ല. പിന്നെ എബിയുടെ ഇഷ്ടം. അലക്സിന്റെ കാര്യത്തിൽ കാണിച്ചതുപോലെ തന്റെ ഇഷ്ടത്തെ അടിച്ചേൽപ്പിക്കാനും ശ്രമിച്ചില്ല അന്നമ്മ. അലക്സിന്റെ കാര്യത്തിൽ ജന്മം നൽകിയ മകനല്ലെങ്കിൽ പോലും അവൻ തന്നെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും സാമുവൽ അന്നമ്മയെ തിരുത്താൻ ശ്രമിച്ചതാണ്. അവന്റെ ഇഷ്ടം നടത്തിയാൽ മതിയെന്ന് പറഞ്ഞതാണ്. അന്ന് അന്നമ്മയുടെ വാശി ജയിച്ചു. എബിയുടെ അടുത്തേക്ക് തന്റെ വാശിയും നിർബന്ധവും കൊണ്ട് ചെന്നാൽ അമ്മച്ചിയുടെ പണി നോക്കിക്കോണം എന്നാകും അവന്റെ മറുപടി. കാര്യമൊക്കെ കാര്യമാണ്. ഒരു പരിധിയിലപ്പുറം അവനെ ഭരിക്കാൻ ചെല്ലുന്നത് അവന് ഇഷ്ടമല്ല. അലക്സിനുള്ളിൽ എല്ലാവരോടും സ്നേഹമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കില്ല. അവനവൻ്റെ അപ്പനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പൻ്റെ സ്ഥാനത്തേക്ക് വന്ന സാമുവലിനെ അതുകൊണ്ട് തന്നെ അംഗീകരിക്കാനും കഴിയുന്നില്ല. അമ്മച്ചിയോടും ആ ഇഷ്ടക്കേട് കാണിച്ചു. പിന്നെ താനും ജനിയുമായുള്ള വിവാഹം നടത്താൻ അമ്മച്ചി കാണിച്ച പൊറോട്ടു നാടകം പിന്നത് വെറുപ്പായി. സുധാമ ചായയും പലഹാരങ്ങളും എടുത്ത് നിരത്തിവെച്ചു. എടുത്തോണ്ട് പോ പെണ്ണെ. അടുക്കളയിൽ നിന്ന് എബിയെ ഒരു മിന്നായം പോലെ കണ്ട രാഗി ഒന്ന് കുളിർത്തുപോയി. ഇങ്ങോട്ട് വന്ന ആലോചന. അവന്റെ സൗന്ദര്യത്തിലും തലയെടുപ്പിലും തന്നെ അല്പസമയം ഇമവെട്ടാതെ നോക്കി നിന്നുപോയി. കരിനീല കളറിൽ നിറയെ കല്ല് വെച്ച നെറ്റിന്റെ അംബ്രല്ല ടോപ്പും
അതേ കളറിലെ ലെഗിൻസും നെറ്റിന്റെ ഷോളും അലസമായി തോളിലിട്ടിരിക്കുന്നു. ലെയർ കട്ട് ചെയ്ത മിനുസമുള്ള കളർ ചെയ്ത തലമുടിയും കട്ടിയിൽ കരിമഷി പടർത്തിയ വിടർന്ന മിഴികളും ആര് കണ്ടാലും ഇഷ്ടപ്പെട്ടു പോകുന്നൊരു പെൺരൂപം. രാഗി ചായ കൊണ്ട് ടേബിളിൽ വെക്കുമ്പോൾ രാഗിയെ മറികടന്ന് എബിയുടെ നോട്ടം പിന്നിലേക്ക് പോയി. രാഗിയെ കണ്ട അന്നമ്മയുടെ മുഖം പൂനിലാവ് പോലെ തെളിഞ്ഞു. ചെറിയൊരു നീരസമുണ്ടെങ്കിലും പുറത്ത് കാണിക്കാതിരുന്നതാണ്. ഇപ്പോൾ അതങ്ങ് മാറിക്കിട്ടി. രാഗിയെ നോക്കി നിറഞ്ഞ ചിരിയോടെ ചായക്കപ്പൊന്നെടുത്തു. വാവമോൾ എവിടെ? ചായക്കപ്പൊന്നെടുത്ത് എബിക്ക് കൊടുക്കുന്നതിനൊപ്പം മോഹനനെ നോക്കി സാമുവൽ തിരക്കി. സുധാമയുടെ മുഖം ചുളിഞ്ഞു. രാഗിയുടെ കുത്തിപ്പറിക്കുന്ന നോട്ടം കണ്ട് എബി വല്ലായ്മയോടെ ചായക്കപ്പ് ടേബിളിലേക്ക് തന്നെ വെച്ചു. ഇവര് തെറ്റിദ്ധരിച്ചതാണെന്ന് എബിക്ക് മനസ്സിലായി. വാവയെ അറിയുമോ? മോഹനനാണ് ചോദിച്ചത്. വാവയെ അറിയുമോ? മോഹനനാണ് ചോദിച്ചത്. ഞാൻ വാവയുടെ കോളേജിലെ അധ്യാപകനാ. വാവയെ എനിക്കിഷ്ടമാ. ചുറ്റിവളച്ച ശീലമില്ലാത്തത് കൊണ്ടാ നേരിട്ട് വന്ന് ചോദിച്ചത്. വാവ ഇവിടെ ഇല്ലേ? ഗൗരവത്തിൽ തന്നെ എബി ചോദിച്ചു. സുധാമയെ ദേഷിച്ചൊന്ന് നോക്കി രാഗി അകത്തേക്ക് കയറിപ്പോയി. ഓ, ഇവിടെ ഇല്ല. ഇത്രയും നേരം പ്രസന്നമായിരുന്ന സുധാമയുടെ മുഖം ഇരുണ്ടു. ഇതല്ലേ പെൺകൊച്ച്? അന്നമ്മച്ചി അപ്പച്ചനരികിലേക്ക് മുഖം അടുപ്പിച്ചു. അല്ല. അപ്പൻ പറയുമ്പോൾ അന്നമ്മച്ചിയുടെ മുഖമൊന്ന് മങ്ങി. അവര് മൂന്ന് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. മൂത്ത ആളുടെ തല ഇച്ചിരി മുറിഞ്ഞായിരുന്നു. സ്റ്റിച്ചെടുക്കാൻ. എങ്ങനെയാ മുറിഞ്ഞതെന്നും കൂടെ വിശദീകരിച്ചു കൊടുക്ക്. കെട്ടിക്കൊണ്ട് പോകാനിരിക്കുന്ന അവളുടെ ചേച്ചിയുടെ വിശേഷം കൂടി അവരൊക്കെ അറിയട്ടെ. രാഖിക്ക് കൈവന്ന ഭാഗ്യമല്ലെന്നറിഞ്ഞപ്പോൾ അങ്ങനെ ഇപ്പോൾ വാവയ്ക്കും വേണ്ട. സുധാമ തനി സ്വഭാവം പുറത്തെടുത്തു. സുധേ. വന്നിരിക്കുന്നവരുടെ മുന്നിൽ നാണം കെടാൻ താല്പര്യമില്ലാതെ മോഹനൻ വിളിച്ചു. ഞാൻ പറയുന്നതിനല്ലേ കുറ്റം. കെട്ടിച്ചു വിട്ടിടത്ത് മര്യാദയ്ക്ക് നിൽക്കാൻ കഴിയാതെ എല്ലാം ഇട്ടെറിഞ്ഞിങ്ങ് പോരുന്നു. പോരാത്തതിന് ഈ പറഞ്ഞവളുണ്ടല്ലോ വാവ. വീട്ടിൽ കയറി മൂത്തവളുടെ കെട്ടിയവൻ്റെ അനിയൻ ചെറുക്കനെ തല്ലി. ഇറങ്ങാം. എബി അമർഷത്തോടെ പറയുന്നതിനൊപ്പം പുറത്തേക്കിറങ്ങി. ഭാര്യയുടെ അടിപ്പാവാടെയാണോടോ താനൊക്കെ ധരിക്കുന്നത്? പുച്ഛത്തോടെ സാമുവൽ മോഹനന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. മോഹനന്റെ കുനിഞ്ഞുപോയ മുഖത്തേക്ക് പുച്ഛത്തോടൊന്ന് നോക്കി. എന്നെ തയ്ച്ചായ ഇതൊക്കെ? ഇത്തരം കൂട്ടരുടെ ഇടയിൽ നിന്നൊരു പെണ്ണിനെ നമുക്ക് വേണോ? അവര് വാവയുടെ അമ്മയുടെ ആങ്ങളെയും ഭാര്യയുവാ. അവർ അതുങ്ങൾക്ക് നല്ല ഒന്നും ചെയ്യുകയല്ലെന്നേ. അവരുടെ മകളെ ആലോചിച്ച് വന്നതാണെന്ന് കരുതിയിട്ടാകും ആദ്യം വലിയ സ്നേഹപ്രകടനമൊക്കെ നടത്തിയത്. ആ കൊച്ചിനെ കാണാൻ തരക്കേടില്ലല്ലോ എബി. തരക്കേടില്ലാത്ത ഇങ്ങനെ പല പെണ്ണുങ്ങളും ഈ നാട്ടിൽ കാണും. പക്ഷെ എബി ഒരുത്തിയുടെ കഴുത്തിൽ മിന്നു കെട്ടുന്നുണ്ടെങ്കിൽ അത് വാവയുടെ കഴുത്തിലാകും. എബി തീർത്തു പറഞ്ഞു. അമ്മച്ചി ഇനി മറ്റൊരു തടസ്സവും പറയാതെ ഇരിക്കാനും കൂടെയുള്ളൊരു മറുപടിയായിരുന്നു അത്. നീ വീട്ടിലേക്കല്ലേടാ? ഞാനങ്ങ് വന്നേക്കാപ്പാ, നിങ്ങൾ വിട്ടോ. തൻ്റെ ബുള്ളറ്റിനരികിലേക്ക് നടക്കുന്നതിനിടയിൽ എബി പറഞ്ഞു. എബി പറഞ്ഞ പെൺകൊച്ചിൻ്റെ മൂത്തത് ബന്ധം ഉപേക്ഷിച്ച് വന്ന് നിൽക്കുവാണോ? ആ. അപ്പൻ അലസമായൊന്നും മുളി. അപ്പോൾ അവർ പറഞ്ഞതൊക്കെ സത്യമാണോ? കെട്ടിച്ചു വിട്ടിടത്തെ അനിയൻ ചെറുക്കനെയാണോ തല്ലിയത്? അതിൻ്റെ പേരിലാന്നോ കേസും കൂട്ടവും ഒക്കെ? ആ. എൻ്റെ കർത്താവേ, ഞാൻ എന്നതായി കേൾക്കുന്നത്? അവര് പറഞ്ഞ ഒന്നും അല്ല അന്നമ്മേ സത്യം. നീ കാറിലോട്ട് കയറ്. മനസ്സിലാ മനസ്സോടെ അന്നമ്മച്ചി കാറിലേക്ക് കയറി. ഇച്ചായന് പറയാനുള്ളത് അത്രയ്ക്കും നല്ലതൊന്നും അല്ലെന്ന് അവർക്ക് മനസ്സിലായി. മൂവരും വരുമ്പോൾ വീട്ടിൽ സുധാമ ഇല്ലാത്ത പൊല്ലാപ്പ് നടത്തുന്നുണ്ട്. രാഗി വേഷം പോലും മാറാതെ നിൽപ്പുണ്ട്. വാവയെ കണ്ടതേ രാഗി സുധാമയെ തുറച്ചൊന്നു നോക്കി. വാവ ചിറികൊട്ടി ആരെയും വകവയ്ക്കാതെ അവൾ അകത്തേക്ക് കയറി. അല്ലേ തന്നെ ആ സ്ത്രീ ഏതു നേരം ഇങ്ങനെയാണ്. അതൊരു വീടായിട്ട് പോലും പലപ്പോഴും അവൾക്ക് തോന്നിയിട്ടില്ല. പഠിക്കാൻ വിട്ടാ പോയി പഠിക്കണം, അല്ലാതെ സാറുമാരെ കറക്കിയെടുക്കുകയല്ല ചെയ്യേണ്ടത്. ഡ്രസ്സ് മാറ്റുന്നതിനിടയിൽ സുധാമ പറയുന്നത് വാവ അവ്യക്തമായി കേട്ടു. ചേച്ചിയും കൊള്ളാം, അനുജത്തിയും കൊള്ളാം. വാവ പല്ലമർത്തിഞ്ഞിരിക്കുന്നതും പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി ധരിക്കുന്നതും കണ്ട് വൈഗ ഡോറിലേക്ക് ചേർന്ന് നിന്നു. വാവയെ ഇറക്കി വിടാതിരിക്കാൻ. മാറിക്കേ ചേച്ചി അങ്ങോട്ട്. മോളെ വേണ്ട, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. മാറി ചേച്ചി ഇങ്ങോട്ട്. ചൂടാറുന്നതിന് മുന്നേ ഇതിനൊക്കെ മറുപടി കൊടുത്തില്ലെങ്കിലേ ശരിയാകില്ല. വൈകിയെ ബലമായി പിടിച്ചു മാറ്റി വാവ കതക് തുറന്ന് പുറത്തേക്കിറങ്ങി. ഞങ്ങൾ എത്ര പേരെ കറക്കിയെടുത്തതായിട്ട് നിങ്ങൾക്കറിയാം? നടുമുറിയിൽ നിൽക്കുന്ന സുധാമയുടെ മുന്നിൽ ചെന്ന് നിന്ന് വാവ ചീറിക്കൊണ്ട് ചോദിച്ചു. വാവേ! മോഹനൻ താക്കീതോടെ വിളിച്ചു.
ഈ സ്ത്രീ ഇവിടെ കിടന്ന് വായിട്ടലച്ചപ്പോൾ അമ്മാവന്റെ വായി നാവില്ലായിരുന്നോ? ഓ, പെങ്ങടെ മക്കളെക്കുറിച്ചല്ലേ പറയുന്നത്? പറയട്ടെ അല്ലേ? സുധ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിന്നെ കല്യാണം ആലോചിച്ച് നിന്നെ പഠിപ്പിക്കുന്ന സാർ ഇവിടെ വന്നിരുന്നു. വാവയുടെ മുഖം ചുളിഞ്ഞു. എബിയുടെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നു. പഠിക്കാൻ വിട്ടാ പഠിക്കണം, അല്ലാതെ. മോഹനൻ മുരുണ്ടു. കയ്യിൽ വന്ന സൗഭാഗ്യം നഷ്ടമായതിന്റെ അമർഷം. എന്നാൽ മാന്യം മര്യാദയ്ക്ക് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചതൊന്നും ചിന്തിക്കുന്നേയില്ല. അയാൾ അന്തസ്സുള്ളവനായതുകൊണ്ടാ എന്നോട് പോലും പറയാതെ ഇവിടെ വന്ന് ചോദിച്ചത്. ഈ കച്ചറ കൂട്ടങ്ങളാണെന്നറിഞ്ഞപ്പോൾ ജീവനും കൊണ്ട് ഓടിയതാകും. ഇനി എനിക്ക് വന്ന ഈ ആലോചനയുടെ പേരും പറഞ്ഞ് നിങ്ങളുടെ വായിലിരിക്കുന്ന പുഴുത്തതൊന്നും ഇങ്ങോട്ട് തുപ്പണ്ട. വാവ ഒരുത്തനെയും വളയ്ക്കാനും പ്രേമിക്കാനും പോയിട്ടില്ല. അവസാന വാചകം തന്റെ ചേച്ചിയെയും അനുജത്തിയെയും നോക്കി പറഞ്ഞു. ഇനിയൊരു ചോദ്യമോ പറച്ചിലോ ഉണ്ടാകാതെ ഇരിക്കാൻ. റൂമിലേക്ക് കയറി ഫോണെടുത്ത് എബിയുടെ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. വാവയുടെ നമ്പർ സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു എബിക്ക്. ഹലോ വാവേ, ഇന്ന് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നോ? വാവേ? ഒട്ടും മയമില്ലാത്ത അവളുടെ ചോദ്യം കേട്ട് അവൻ മെല്ലെ വിളിച്ചു. എന്തോ പറയാൻ തുടങ്ങും മുന്നേ വാവ ഇടയിൽ കയറി. വൈഷ്ണവി, അതാ എൻ്റെ പേര്. ഓ, സമ്മതിച്ചു. വൈഷ്ണവി പറ. ആദ്യം ഒന്ന് പതറിയെങ്കിലും അവൾക്കൊപ്പം കട്ടയ്ക്ക് തന്നെ നിൽക്കാൻ എബിയും ശ്രമിച്ചു. കയ്യിലിരുന്ന ചായ സിപ്പ് ചെയ്തുകൊണ്ടവൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. ഇച്ചായന്റെ കൊച്ചു വെച്ചിട്ട് പോയോ? അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അവളുടെ നിശ്വാസം ശ്രവിച്ചുകൊണ്ടവൻ ചിരിയോടെ ചോദിച്ചു. ആരോട് ചോദിച്ചിട്ടാടോ താൻ ഇന്ന് പെണ്ണാലോചിച്ചു വന്നത്? ഹ, അതൊരു നാട്ടുനടപ്പല്ലയോ കൊച്ചേ. ഇത് എന്നതാ എൻ്റെ വാവക്കൊച്ച ഇത്? എബിയുടെ അടക്കി പിടിച്ച ചിരി വാവ വ്യക്തമായി കേട്ടു. അവള് പല്ലിറുമി. ഇച്ചായന്റെ കൊച്ചു വല്ലാത്ത ചൂടിലാണല്ലോ. എബി റെയിലിങ്ങിലേക്ക് ചാരി നിന്ന് ചിരിയോടെ ചോദിച്ചു. സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ലൈക്കും കമൻറ്റും കൂടെ ചെയ്തിട്ട് പോണേ.